വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ടാർഗറ്റ് CG 2024 പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 21 ആണ്. ഓൾറെഡി 20 ദിവസത്തെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വരുന്ന CGL എക്സാമിൽ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ്. എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി സെറ്റ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന പല ടോപ്പിക്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പല ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എവിടെയുണ്ട്, എല്ലാവരും ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ നമ്പർ സീരീസ് ഉണ്ടല്ലോ, ബുദ്ധിമുട്ടായിട്ട് വരുന്ന പല ടൈപ്പിലുള്ള പാറ്റേണുകൾ അല്ലേ, അതിനെ മാത്രം വെച്ചിട്ട് പോകുന്ന ഒരു സീരീസ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും നമ്പർ സീരീസിൽ നിന്ന് തന്നെയുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കാം. 7, 16, 41, 94, 251 ഡാഷ് ബ്ലാങ്ക് സ്പേസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്കിൽ എന്ത് വരും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7, 16, 41, 94, 251 ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു നമ്പറാണ്, ഒരു സീരീസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അവരുടെ ഡിഫറൻസുകൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ 7 ഉണ്ട്, 16 ഉണ്ട്, 41 ഉണ്ട്, 94, 251 ബ്ലാങ്ക് സ്പേസിൽ എന്ത് വരുന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് 7ന്റെയും 16ന്റെയും ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും, 9 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, 41 മൈനസ് 16 എത്രയാ, 25 എന്ന് കിട്ടുന്നുണ്ട്. 25 കൂട്ടി ഇവിടെ എത്രയാണ് കൂട്ടിയേക്കണേ, 94, 53 കൂട്ടിയിട്ടുണ്ട് അല്ലേ. 53 കൂട്ടുമ്പോഴാണ് എനിക്ക് 94ലേക്ക് എത്താൻ പറ്റുന്നത്. അതേപോലെ ഇവിടെ 251 മൈനസ് 94 എത്രയാന്ന് വരും, 157 അല്ലെ. മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 157 കിട്ടും. ഇവിടത്തെ എനിക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം അല്ലെ. അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും, എന്ത് നമ്പറാണ് ഞാൻ അവിടെ ഇൻക്രീസ് ചെയ്യേണ്ടത്, കൂട്ടേണ്ടതെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 9, 25, 53, 157 ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ മനസ്സിലാണെന്ന് നോക്കിക്കേ, 9 കിടക്കുന്നുണ്ട്. 9നെ ഞാൻ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 25 കിട്ടും അല്ലേ. 9 × 3 27 ആണ്. 27 മൈനസ് 2 25 ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 3 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്തത് അങ്ങനെ തന്നെയാണോ നോക്കാം. 25ഉം 53ഉം 25നെ ഇൻറ്റു 2 ചെയ്തിട്ട് അതിൽ നിന്നും 3 പ്ലസ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, 53 കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് നോക്കിക്കേ. ഫസ്റ്റത്തെ ഓപ്പറേഷനിൽ ഞാൻ ഇൻറ്റു 3 മൈനസ് 2 ചെയ്തെങ്കിൽ രണ്ടാമത്തതിൽ ഇൻറ്റു 2 പ്ലസ് 3 ചെയ്തു. അപ്പോഴാണ് എനിക്ക് അടുത്തത് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേ ബി ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സീരീസ് ആയിരിക്കും അല്ലേ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീരീസ് ആയിരിക്കും. 53 ഇൻറ്റു 3 മൈനസ് 2 ചെയ്ത് നോക്കാം നമുക്ക്. 53 ഇൻറ്റു 3 മൈനസ് 2 ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും, 159 മൈനസ് 2 157. അതാണല്ലോ അവരിവിടെ തന്നിരിക്കുന്നത്, ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 മൈനസ് 2 അടുത്തെന്തായിരിക്കും, ഇൻറ്റു 2 പ്ലസ് 3. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 157 ആണ്. 157 ഇൻറ്റു 2 എത്രയാണെന്ന് വരും, 314 എന്ന് വരും. 314 പ്ലസ് 3 ചെയ്യണം, 317 ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഈ കിടക്കുന്ന നമ്പർ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 157, 53 എന്നൊക്കെ എഴുതിയ പോലെ ഈ നമ്പർ 251 എന്ന് പറയുന്ന നമ്പറും ബ്ലാങ്ക് സ്പേസിൽ കിടക്കുന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും, 317 ആയിരിക്കും. 317 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ കിടക്കുന്ന നമ്പർ എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. 317 പ്ലസ് 251 എത്രയാന്ന് വരും, 8, 6, 5, 568. ഓപ്ഷൻ എ ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്ത പാറ്റേൺ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി മനസ്സിലായി കാണില്ല ചിലർക്ക്. നോക്കുക, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്തത് എന്താ, ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇൻറ്റു 3 മൈനസ് 2 ചെയ്തു. ഇവിടെ കിടന്ന ഡിഫറൻസ് ഞാൻ ആദ്യം ഡിഫറൻസ് ആണ് ഇവിടെ എഴുതി. അതിനുശേഷം ഇൻറ്റു 3 മൈനസ് 2 ചെയ്തപ്പോൾ അടുത്ത നമ്പർ കിട്ടി. ശേഷം ഇൻറ്റു 2 പ്ലസ് 3 ചെയ്തപ്പോൾ അടുത്തത് കിട്ടി. എഗെയിൻ എന്ത് ചെയ്തു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇൻറ്റു 3 മൈനസ് 2 ചെയ്തപ്പോൾ അടുത്തത് കിട്ടി. ബ്ലാങ്ക് സ്പേസിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തത്, ഇൻറ്റു 2 പ്ലസ് 3. അപ്പോൾ ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അവിടെ ആയിരുന്നു ഒരു കോമൺ ആയിട്ട് എന്ത് വരുന്നത്, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ 568 ആയിരിക്കും. നോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 74, 74, 72, 24 ബ്ലാങ്ക് സ്പേസ് 4. ചെറുതായിട്ട് ഡിക്രീസ് ചെയ്ത് വരുന്ന ഒരു സീരീസ് ആണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലായി. അടുത്തെന്താ മനസ്സിലാവുന്നത്, ആദ്യമൊന്നും ആ ഒരു കുറയുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് അത്ര വലുതായിട്ട് റാപ്പിഡായിട്ടുള്ള ഒരു ഡിക്രീസോ അല്ലെങ്കിൽ കുറവോ അല്ല അവിടെ വരുന്നത് അല്ലേ. 74, 72, 24 ബ്ലാങ്ക് സ്പേസ് 4. അപ്പോൾ നോക്കിക്കേ, 74 എങ്ങനെ 74, അടുത്ത സെക്കൻഡ് നമ്പർ 74 നിൽക്കണേ. അപ്പോൾ 74, 72, 24 ബ്ലാങ്ക് സ്പേസ് 4.
24. അപ്പോൾ ഇവിടെ നോക്കിക്കേ 74 ഞാൻ 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1 74 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 74 ഡിവൈഡഡ് ബൈ 1 എനിക്ക് വേറെ രീതിയിൽ ഞാൻ ആലോചിച്ച് പോകുന്നില്ല. അപ്പോൾ 1 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തിരിക്കണേ 74 എങ്ങനെ 72 ആവും? 2 ഞാൻ കുറയ്ക്കേണ്ടി വരും, -2 ചെയ്യേണ്ടി വരും. 72 എങ്ങനെ 24 ആവുക? കുറയ്ക്കാം. അതല്ലാതെ ഡിവിഷന്റെ രീതിയിൽ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? 24 × 3 ആണ് 72 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും എന്തെന്ന് പറയുന്നത് 24 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായല്ലേ 1 2 3 4 5 6 നമ്മുടെ എണ്ണൽ സംഖ്യകളാണ്. അവരെന്ത് ചെയ്തിരിക്കുന്നത് ഡിവിഷൻ മൈനസ് സൈനുകൾ ഇങ്ങനെ മാറ്റി അവർ തന്നിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്തായിരിക്കണം വരേണ്ടത്? 4 ആയിരിക്കും വരേണ്ടത്. 1 2 3 4 അല്ലേ, 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അവിടെ ഏത് സൈൻ ആയിരിക്കും വരുന്നുണ്ടാവുക നോക്കിക്കേ. ഫസ്റ്റ് ഡിവിഷൻ ആയിരുന്നു, പിന്നെ മൈനസ് ആയി. നെക്സ്റ്റ് ഡിവിഷൻ ആയിരുന്നു, അപ്പോൾ ഇനി അടുത്ത് എന്തായിരിക്കും വരേണ്ടത്? മൈനസ് ആയിരിക്കും വരേണ്ടത്. അപ്പോൾ -4 24 നിന്നും -4 ചെയ്യുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടുക? 20 ആയിരിക്കും എൻ്റെ ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക. ഇതെങ്ങനെ ഇനി കൺഫേം ചെയ്യണമല്ലോ നമുക്ക്. 20 കിട്ടി, ഓക്കെ, ഇനി അത് തന്നെയാണോ കറക്റ്റ് ആൻസർ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻസ് നോക്കി മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ -4 ആണെങ്കിൽ അടുത്തത് ഒരു നമ്പർ അവർ തന്നിട്ടുണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ 1 2 3 4 അടുത്ത് എന്തായിരിക്കണം വരേണ്ടത്? 5 ആയിരിക്കണം വരേണ്ടത്. ഇനി ഏത് സൈൻ ആയിരിക്കും വരുന്നുണ്ടാവുക? ഡിവിഷൻ വന്നു, മൈനസ് വന്നു, അതെ, അഗെയിൻ ഡിവിഷൻ, അഗെയിൻ മൈനസ്, നെക്സ്റ്റ് എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് സ്പേസിൽ എഴുതുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 4 എന്ന് പറയുന്ന നെക്സ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ശരിയാണ്, 20നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 4 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൺഫേം ചെയ്യാം എൻ്റെ സീരീസ് എന്ന് പറയുന്നത് എങ്ങനത്തെ സീരീസാ? ഡിവിഷൻ 1 -2 ഡിവിഷൻ 3 -4 ഡിവിഷൻ 5 -6 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എത്രയായിരിക്കും ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി 20 ആയിരിക്കും അല്ലേ. 20 ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. തേർഡ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള നമ്പറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു സീരീസ് ആണ് അല്ലേ. ബ്ലാങ്ക് സ്പേസ് ക്വസ്റ്റ്യൻ മാർക്കും അല്ല, ഇൻകറക്റ്റ് ആയിട്ട് നടുക്കൊരു നമ്പർ കയറി കിടക്കുന്നുണ്ട്, അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ചെയ്തു തുടങ്ങാം നമുക്ക് അല്ലേ. ഓക്കെ, 3 5 7 6 10 ഒരു വലിയൊരു സീരീസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 3ഉം 5ഉം തമ്മിലുള്ള ഞാൻ ഡിഫറൻസുകൾ മാത്രം എഴുതി ഇപ്പോഴത്തെ സെറ്റിലേക്ക് ഇവിടെ ഞാൻ മാറ്റി എഴുതാം. ആദ്യത്തെ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3ഉം 5ഉം 2 കൂട്ടുമ്പോഴാണല്ലോ എനിക്ക് 5ലേക്ക് എത്താൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ +2 ചെയ്തു ഞാൻ ആദ്യം. അതിനുശേഷം എന്ത് ചെയ്തു? 5 എങ്ങനെ 7 ആവുന്നത്? എഗെയിൻ ഞാൻ 2 കൂട്ടുമ്പോഴാണല്ലോ അല്ലേ. അപ്പോൾ അവിടെയും +2 തന്നെയാണ്. നെക്സ്റ്റ് നമ്പറിൻ്റെ കോഡ് എന്താ വരുന്നത്? അപ്പോൾ ഇവിടെയും +2 ഇവിടെയും +2. അടുത്തതോ 7 6 ആയി. അപ്പോൾ 1 പുറകിലേക്ക് പോയി, -1 ആണ് അവിടുത്തെ കോഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൻ്റെ കോഡ് ഞാൻ എഴുതി. +2 +2 -1. അടുത്ത് എന്താ നോക്കിക്കേ, 10 14 12. അടുത്ത 4 സെറ്റ് നമ്പർ ഞാൻ എടുക്കാൻ പോകും. അപ്പോൾ 10 14 12 എന്ന് പറയുമ്പോൾ അടുത്തത് നോക്കിക്കേ 6 10 14 12. അപ്പോൾ 6 എങ്ങനെയാണ് 10 ആവുന്നത്? 4 ഞാൻ ഫ്രണ്ടിലേക്ക് കൂട്ടുമ്പോഴാണ്, +4 ചെയ്യുമ്പോൾ എനിക്ക് 10ലേക്ക് കിട്ടും. 10 14 ആവണമെങ്കിൽ എഗെയിൻ ഞാൻ 4 കൂട്ടേണ്ടി വരും. +4 കൂട്ടുമ്പോൾ 14 കിട്ടി. അവിടെ നിന്നും ഞാൻ 2 മൈനസ് ചെയ്യുമ്പോൾ -2 ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്? 12 കിട്ടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത് 2 കൂട്ടി 1 കുറച്ചു, 2ന്റെ പകുതി 1 കുറച്ചു, 4 കൂട്ടി 4ന്റെ പകുതി 2 കുറച്ചു. അപ്പം പിന്നെ അടുത്തെന്തായിരിക്കും? 2 എങ്ങനെ 4 ആയി? അപ്പോൾ 4ന്റെ അടുത്തത് എന്തായിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക? 8 ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത കോഡ് എങ്ങനെയായിരിക്കും? +8 ഇവിടെ എത്ര വരും? 1 1ന്റെ ഇരട്ടി 2, അപ്പോൾ 2ന്റെ ഇരട്ടി 4 ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. -4 ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. അടുത്തതിന്റെ കോഡ് എന്തായിരിക്കും? 8ന്റെ ഇരട്ടി 16 ആയിരിക്കും, +16 ഇവിടെയും +16 തന്നെ വരും. ഇവിടെ എത്ര വരും? 4ന്റെ ഇരട്ടി 8 -8 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ എഴുതി പോവാം. വലിയൊരു സീരീസ് നമുക്ക് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു റൂൾ പ്രകാരമാണോ അവരെല്ലാ നമ്പേഴ്സിനെയും അറേഞ്ച് ചെയ്തിരിക്കണേന്ന് മാത്രം നോക്കിയാൽ മതി. ഇൻകറക്റ്റ് ആയ നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കലാണല്ലോ നമ്മുടെ ടാസ്ക്. അപ്പോൾ നോക്കിക്കേ എവിടം വരെ ശരിയാണ്? 14 12 അല്ലെ, -2 വരെ നോക്കി. ഇനി അടുത്ത് നോക്കിയേ 12 24. 12 + 12 ആണ് 24. ശരിക്കും എത്രയാണ് കൂട്ടേണ്ടത്? 8 ആണ് കൂട്ടേണ്ടത്. 12 + 8 20 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷെ അവർ 24 ആണ് തന്നിരിക്കണേ. സപ്പോസ് 20 ആണ് ഞാൻ കറക്റ്റ് ആയിട്ട് വരേണ്ടതെന്ന് പറഞ്ഞിരുന്നു. 20 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 20 + 8 28. കണ്ടോ? 28. 28നോട് കൂടെ 4 കുറയ്ക്കുമ്പോൾ 24. കണ്ടോ? കറക്റ്റ് കിട്ടി അല്ലെ, 24. ഇതേ 24നോട് കൂടെ 16 കൂട്ടുമ്പോഴാണല്ലോ അടുത്ത നമ്പർ കിട്ടുന്നത്. 24 + 16 40. 40 + അടുത്ത റൂൾ എന്താ? 16. 40 + 16 56. അടുത്ത നമ്പർ എന്തായിരിക്കും? 56 - 8.
എത്രയാ 48 ആയിരിക്കും സീരീസിലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതി പോവാം. ഇതിൽ ഒരു സ്ഥലത്ത് മാത്രമേ ആ റൂള് ബ്രേക്ക് ആയുള്ളൂ. അതെവിടെയാ? ഈ 24 എന്ന് പറയുന്ന നമ്പർ അല്ല അവിടെ വരേണ്ടത്, 20 എന്ന് പറയുന്ന നമ്പറാണ് വരേണ്ടത് അല്ലേ. 12 + 8 ചെയ്യുമ്പോൾ 20 ആണ് വരേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പെടാതെ കിടക്കുന്ന നമ്പർ ഏതാ? 24. ഓപ്ഷൻ ബി 24 ആയിരിക്കും കൂട്ടത്തിൽ പെടാതെ കിടക്കുന്നത്. റൂൾ ഇതാണ്, +2 + 2 -1 +4 + 4 -2 ഇരട്ടി എടുക്കുക, സൈൻ റിവേഴ്സ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന 3 നമ്പേഴ്സ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു അത്. അപ്പോൾ എഴുതിയെടുക്കണം അത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 4th ക്വസ്റ്റ്യൻ. 11, 13, 16, 26, 41, 67, 102 ബ്ലാങ്ക് സ്പേസ് ചെയ്തു തുടങ്ങാം നമുക്ക്. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? 11, 13, 16, 26. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയെടുക്കാം, സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ എഴുതാം. 11, 13, 16, 26, 41, 67, 102. അഗൈൻ അടുത്തത് എന്ത് വരും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിഫറൻസുകൾ എടുത്തു തുടങ്ങുക അല്ലേ. ചെറിയൊരു സീരീസ് ആണത്. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 11ഉം 13ഉം 2 ഞാൻ കൂട്ടേണ്ട വരും. ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നത്? ഫ്രണ്ടിലേക്ക് ഞാൻ 3 പോകേണ്ടി വരും. 13 + 3 ആണ് 16. ഇവിടെ എത്ര ഡിഫറൻസ്? 16 + 10 ആണ് 26. അടുത്ത എത്ര ഡിഫറൻസ് വരിക? 15 അല്ലേ. +15 ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് 41 കിട്ടുന്നുണ്ടാവുക. ഇവിടെ എത്ര ആയിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക? 26 അല്ലെ. 41 + 26 ആണ് 67. അഗൈൻ ഇവിടെ എത്ര ആയിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക? 35. അപ്പോൾ ഞാൻ ഡിഫറൻസുകളെല്ലാം എഴുതി വെച്ചു. ഡിഫറൻസുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? 2, 3, 10, 15, 26, 35. പ്രത്യേകിച്ച് ഒരു കോഡും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാറ്റേണോ അത് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ ഡിഫറൻസുകളുടെ ഡിഫറൻസ് ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എന്ന് വരും? 1 ആയിരിക്കും ഇവിടുത്തെ ഡിഫറൻസ്. ഇവിടെ എത്രയാ? 7 ആയിരിക്കും ഡിഫറൻസ്. 15 - 10 5 ആയിരിക്കും. ഇവിടെ എത്ര വരുന്നുണ്ടാവുക? 11 ആയിരിക്കും. ഇവിടെയോ? 35 - 26 9 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 1, 7, 5, 11, 9 അല്ലേ. 1, 7, 5, 11, 9. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പുറത്തേക്ക് എന്തായിരിക്കും ഇനി വരേണ്ടത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ബ്ലാങ്ക് സ്പേസിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക നോക്കിക്കേ. ആദ്യം ഞാൻ നമ്പേഴ്സിനെല്ലാം എഴുതി, അവരുടെ ഡിഫറൻസുകളെല്ലാം ഞാൻ എഴുതിയെടുത്തു. അതിനുശേഷം എഗെയിൻ അതിൻ്റെ ഡിഫറൻസുകൾ എഴുതിയെടുത്തു. എന്നിട്ടും 1, 7, 5, 11, 9 എന്ന് പറയുമ്പോൾ അവർ ഓഡ് നമ്പേഴ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രൈം നമ്പേഴ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ 9 പ്രൈം നമ്പർ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലെ. നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒന്നും കൂടെ ഡിഫറൻസ് എടുത്തു നോക്കാം. അപ്പോൾ ഡിഫറൻസുകൾ എടുത്തു, അതിൻ്റെ ഡിഫറൻസ് എടുത്തു. എഗെയിൻ മൂന്നാമത് ഞാൻ ഡിഫറൻസ് എടുക്കാൻ പോവാം. 1 7 ആവുന്നത് എങ്ങനെയായിരിക്കും? 6 കൂട്ടുമ്പോഴായിരിക്കും, +6 ചെയ്യുമ്പോഴായിരിക്കും. എഗെയിൻ 7 എങ്ങനെ 5 ആവുന്നത്? 2 പുറകിലേക്ക് പോകുമ്പോഴായിരിക്കും അല്ലെ, -2 ചെയ്യുമ്പോഴായിരിക്കും. ഇവിടെ എങ്ങനെയാ? 5 11 ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ 6 ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്ത് കൊണ്ടുവരും. 11 എങ്ങനെ 9 ആവും? ഇവിടെ -2 ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് എനിക്ക് കറക്റ്റ് ഡിഫറൻസുകളുടെ ഡിഫറൻസ് എടുത്തപ്പോഴാണ് കോമൺ ആയിട്ട് ഒരു പാറ്റേൺ എനിക്ക് അവിടെ മനസ്സിലായത്. എന്താ മനസ്സിലായത്? +6 - 2 അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സീരീസ് ആണ് അല്ലേ. +6 ഉണ്ട്, -2 ഉണ്ട്, +6 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും വരേണ്ടത്? +6 ആയിരിക്കും വരേണ്ടത്. അപ്പോൾ +6 എന്ന് പറയുമ്പോൾ 9 + 6 15 ആയിരിക്കും അടുത്ത നമ്പറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 15 ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയായിരിക്കും? അവിടെ കൂട്ടേണ്ടി വരും അല്ലേ. 35 + 15 ഇവിടെ വരേണ്ട നമ്പർ എത്രയായിരിക്കും? 50 അല്ലെ. 50 ആയിരിക്കും ഇവിടെ വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും? 102 + 50 152. 152 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. എന്താ ഞാൻ ചെയ്തത്? ഒരു വലിയൊരു സീരീസ് ആയിരുന്നു. എനിക്കപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഞാൻ ആദ്യം അവരുടെ ഡിഫറൻസുകൾ എടുത്ത് നോക്കി. ഡിഫറൻസുകളും എന്തല്ല കോമൺ ആയിട്ട് അങ്ങനെ ഒരു നമ്പറോ പാറ്റേണോ എനിക്ക് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ല. എഗെയിൻ ഞാൻ ഡിഫറൻസ് എടുത്തു. അപ്പോഴും അവിടെ ഒരു ജനറൽ ആയിട്ട് ഒന്നും ഇല്ല. എഗെയിൻ ഞാൻ ഡിഫറൻസ് എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? +6 - 2 +6 - 2 റിപ്പീറ്റ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കറക്റ്റ് ആണ്. +6 - 2 +6 - 2 അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കണം? +6 ആയിരിക്കണം. അപ്പോൾ 9 + 6 15 ആയിരിക്കും ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ 15 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ എങ്ങനെയാണ് പിടിക്കുക? 35 + 15. ഇവിടെ 26 + 9 കൂട്ടിയപ്പോഴല്ലേ 35 കിട്ടിയത്. അതേപോലെ 35 + 15 കൂട്ടുമ്പോഴായിരിക്കും 50 കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബ്ലാങ്ക് സ്പേസിലെ നമ്പർ എന്തായിരിക്കും? 102 + 50 152 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 152 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ എഴുതിയെടുക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്, ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും നോക്കിയേ? 80 45 50 80 165. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നോക്കിക്കേ, ഞാൻ എഴുതിയെടുക്കുന്നുണ്ട് ആ സീരീസ് മൊത്തമായിട്ടും. ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. ഫസ്റ്റ് 80 45 50 80 165
ഡാഷ് അല്ലേ, ബ്ലാങ്ക് സ്പേസ് ആണ്. അപ്പോൾ 80 എങ്ങനെയാണ് 45 ആവുന്നത്? 35 കുറച്ചാൽ മതി, അതല്ലാതെ എങ്ങനെ വരാൻ പറ്റും? 80 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 അല്ലേ. 80ന്റെ പകുതി എത്രയാണ്? 40 ആണ്. 40 പ്ലസ് 5 ആണ് 45 എന്ന് പറയുന്നത്. പകുതി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? എനിക്ക് 5 കൂട്ടി കഴിഞ്ഞാൽ 45 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതേപോലെ 45 എങ്ങനെ 50 ആവും? 45ന് എന്ത് ചെയ്താൽ മതി? 5 എനിക്ക് ഫ്രണ്ടിലേക്ക് കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ എനിക്ക് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 എന്ന് പറയുന്നതിന് എങ്ങനെയും പറയാം 80 ഇൻറ്റു 1/2, അതാണല്ലോ പകുതി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 80 ഇൻറ്റു 1/2 പ്ലസ് 5 ചെയ്തപ്പോൾ അടുത്ത നമ്പർ കിട്ടി എന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അല്ലേ. അതേപോലെ ഇവിടെ എന്ത് പറയാം? 45 ഇൻറ്റു 1, 45ന് 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 45 തന്നെ. അതിനോട് കൂടെ 5 കൂട്ടിയപ്പോഴാണ് അടുത്ത നമ്പർ കിട്ടിയെന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അല്ലെ, 50 കിട്ടി. അതേപോലെ അടുത്ത നമ്പർ എത്രയാ? 50ഉം 80ഉം. അപ്പൊ 50 ഇൻറ്റു, ഇവിടെ നോക്കിക്കേ, ഇവിടെ അര കൊണ്ട് ഗുണിച്ചു, 1/2 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് കൂട്ടി, ഇവിടെ 1 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് കൂട്ടി, അടുത്തത് എന്തായിരിക്കും? 1.5 ആയിരിക്കും അല്ലെ. 3/2 കൊണ്ട് ഞാൻ ഗുണിച്ചിട്ട് 5 കൂട്ടേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 25, 25 × 3 75, 75 5 80. 80 തന്നെയാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എനിക്ക് പാറ്റേൺ മനസ്സിലായി. എന്ത് ചെയ്യണം? ഇൻറ്റു 1/2 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 5 ഇൻറ്റു 3/2 പ്ലസ് 5, അടുത്ത എന്തായിരിക്കും? ഇൻറ്റു 2 പ്ലസ് 5 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 80 ഇൻറ്റു 2 എത്രയാ? 160 ആണ്. 160 പ്ലസ് 5 165. 165 ആയിരിക്കും അടുത്ത നമ്പർ. ഇത് 165 തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാറ്റേൺ മനസ്സിലായല്ലോ. ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇത് ഇവിടെ എഴുതാം. ഇൻറ്റു 1/2 പ്ലസ് 5 ചെയ്തപ്പോൾ ഫസ്റ്റത്തെ അടുത്ത നമ്പർ കിട്ടി. ശേഷം ഇൻറ്റു 1 പ്ലസ് 5 ചെയ്തു. പിന്നെ 1.5 എടുത്തു. 3/2 പ്ലസ് 5 ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചിട്ട് 5 കൊണ്ട് കൂട്ടി. അപ്പൊ ഇനി അടുത്തത് എന്തായിരിക്കും? അര കൂടി പോവല്ലേ. അര പ്ലസ് അര 1, 1 പ്ലസ് അര 1.5. എഗൈൻ അര കൂട്ടിയപ്പോൾ 2. ഇനി എത്രയായിരിക്കും? 2.5 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻറ്റു 5/2 പ്ലസ് 5 ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് അടുത്ത നമ്പർ കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 165 ഇൻറ്റു 5/2 ഇൻറ്റു 5/2 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വരും? 412 അല്ലേ. 412.5 412.5 എന്ന് വരും. 412.5 പ്ലസ് എന്ത് ചെയ്യണം? 5 കൂടെ കൂട്ടണം. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ആൻസർ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 412.5 പ്ലസ് 5 എത്രയാ? 417.5. നമ്മുടെ ഓപ്ഷൻ ബി 417.5 ആയിരിക്കും ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ഇൻറ്റു 1/2 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 5 3/2 പ്ലസ് 5 2 പ്ലസ് 5 2 കൂടെ അര കൂടി കൂട്ടുക 2.5 5/2 പ്ലസ് 5. അപ്പം എന്ത് ചെയ്തു? 165 ഇൻറ്റു 2.5 5/2 കിട്ടിയ ആൻസറിനോട് കൂടെ ഞാൻ 5 കൂട്ടിയപ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ എത്രയാണെന്ന് കിട്ടി? 417.5. ഓപ്ഷൻ ബി ആയിരിക്കും ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് കാൽക്കുലേഷൻ കുറച്ച് സ്പീഡ് ആയാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. 2 2 7 ഇവിടെ എഴുതുന്നുണ്ട്. 2 2 7 ക്വസ്റ്റ്യൻ മാർക്ക് 87 342. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? 2 2 അല്ലെ ഡിവൈഡഡ് ബൈ 2നെ ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ 2 തന്നെ കിട്ടും. അതല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2നോട് കൂടെ ഞാൻ 1² മൈനസ് 1 കൂട്ടി. 1² മൈനസ് 1 0 ആണല്ലോ. അപ്പോൾ 2 പ്ലസ് 1² മൈനസ് 1 എത്ര തന്നെ വരും? ആൻസർ 2 തന്നെ വരും. അതാണ് എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത് എന്ത് ചെയ്തു? 2നോട് കൂടെ ഞാൻ എത്രയാണ് കൂട്ടിയിരിക്കണേ? 2 പ്ലസ് 5 ആണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ 5നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അല്ലെ 5 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ പ്ലസ് 1 4 പ്ലസ് 1 ആണല്ലോ 5 എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. അപ്പോൾ അടുത്തത് ചിലപ്പോൾ എങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്? 7നോട് കൂടെ 3ന്റെ സ്ക്വയർ. ഇവിടെ സൈൻ മാറുന്നുണ്ടല്ലേ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? -1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 പ്ലസ് 3ന്റെ സ്ക്വയർ -1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നുണ്ടാവുക? 15 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. 15 ആയിരിക്കും വരുന്നുണ്ടാവുക. 15. അപ്പോൾ 7 പ്ലസ് 15 22 ആയിരിക്കും നമ്മുടെ ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക. 22. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ക്വസ്റ്റിനിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും ക്വസ്റ്റിനിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നുണ്ടാവുക. 22 അല്ലേ. 15 പ്ലസ് 7 22. ഇനി അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ്. അടുത്ത നമ്പർ എടുത്തു. അടുത്ത് എങ്ങനെ വരും? ഓക്കെ, ഒരു സെക്കൻഡേ. ഇവിടെ
നാച്ചുറൽ നമ്പേഴ്സ് അല്ല, അവിടെ ഇരട്ടി ഇരട്ടി എടുത്തിട്ട് പോണേ. 1 എടുത്തു, 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4 ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക അല്ലേ. 2ന്റെ ഇരട്ടി 4, കാരണം അടുത്തത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന സീരീസ് ആണ്. അപ്പോൾ എന്തായാലും ഇരട്ടി എടുക്കുന്നുണ്ട് അവിടെ. 2 സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 4ന്റെ സ്ക്വയർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ എത്ര വന്നു? 4ന്റെ സ്ക്വയർ 16 ആണ്. 16ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 15. 15 പ്ലസ് 7 ആയിരിക്കും 22. 22 ആയിരിക്കും ഈ ബ്ലാങ്ക് സ്പേസിൽ വരുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. 22 ഉണ്ട്, അടുത്ത നമ്പർ എനിക്ക് 87 കിട്ടണം. അപ്പോൾ 22 പ്ലസ് എന്തിന്റെ സ്ക്വയർ എടുക്കേണ്ടത്? 5ന്റെ അല്ല. 1, 1ന്റെ ഇരട്ടി 2, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി എത്രയാ? 8. അപ്പോൾ 8ന്റെ സ്ക്വയർ ഇനി മൈനസ് ആണോ പ്ലസ് ആണോ? ആദ്യം മൈനസ് ആയിരുന്നു, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, അടുത്ത എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും അല്ലേ. പ്ലസ് 1. അപ്പോൾ എത്രാന്ന് വരും? എത്രാന്ന് വന്നു? 64 പ്ലസ് 1 65. 65 പ്ലസ് 22 87 എന്ന് എനിക്ക് ആൻസർ കിട്ടി. 87 തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത സീരീസ് എങ്ങനെ വരും? 87 ഇവിടെ കിടക്കുന്നുണ്ട്. 87നോട് കൂടെ എന്ത് കൂട്ടണം? 8, 8ന്റെ ഇരട്ടി 16 അല്ലേ. 16ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് ആണ്, സോ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ കൊടുക്കണം. അപ്പം -1. അപ്പോൾ 256 - 1 എന്ന് പറയുമ്പോൾ 255. 87 പ്ലസ് 255 എത്ര വന്നു? 2, 4, 3 342. 342 നമ്മുടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. പ്രീവിയസ് നമ്പർ പ്ലസ് എന്ത് ചെയ്തു? 1ന്റെ സ്ക്വയർ -1, 2ന്റെ സ്ക്വയർ പ്ലസ് 1, 4ന്റെ സ്ക്വയർ -1, 8ന്റെ സ്ക്വയർ പ്ലസ് 1, 16ന്റെ സ്ക്വയർ -1. അടുത്തെന്തായിരിക്കും? 16ന്റെ ഇരട്ടി 32ന്റെ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 22 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ബ്ലാങ്ക് സ്പേസിൽ വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ഇത് സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണേ. 3, 3, 9, 15, 33 ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും നോക്കിയേ. ഫസ്റ്റത്തെ 3നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഫസ്റ്റത്തെ 3നെ ഞാൻ ഇങ്ങോട്ട്, ഫസ്റ്റ് ടേം 3 ആണല്ലോ, 3നെ ഇങ്ങോട്ട് എടുത്തു. 3നെ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് കൂട്ടിയാൽ ഗുണിച്ചാൽ എങ്ങനെ എനിക്ക് 3ലേക്ക് തന്നെ തിരിച്ചെത്താൻ പറ്റും? പറഞ്ഞ പോലെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അതല്ലാതെ 3 × 2 - 3 ചെയ്താലും എനിക്ക് എത്ര തന്നെ കിട്ടുക? 3 തന്നെ കിട്ടുക അല്ലേ. 3 × 2 6 ആണ്. 6 - 3 3. ഈ 3 ആണ് സെക്കൻഡ് നമ്പർ ആയിട്ട് അവർ എഴുതിയിരിക്കണേ. ഇനി അങ്ങനെ കിട്ടിയ 3നെ അവർ എന്ത് ചെയ്തു? × 2 + 3. × 2 + 3 ചെയ്യുമ്പോൾ 3 × 2 6, 6 + 3 9 കിട്ടി. അപ്പോൾ × 2 - 3 × 2 + 3. അടുത്ത് നോക്കാം. 9 കിട്ടി. 9നെ എന്ത് ചെയ്യണം? × 2 - 3 ചെയ്യണം അല്ലേ. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. × 2 - 3 × 2 + 3 റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീരീസ് ആണ്. അപ്പോൾ 2 × 9 18. 18ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 15 ആയിരിക്കും അടുത്ത ടേം. 15 ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കും? 15 × 2 + 3 അല്ലേ. അപ്പോൾ എത്രയായി? 30 + 3 33. 33 ആയിരിക്കും അടുത്ത ടേം. 33 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാങ്ക് സ്പേസിൽ എന്താ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചുകൂടെ. എന്തായിരിക്കും? 33 × 2 - 3 എത്ര? 66ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 63 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 63 ഉണ്ടോ? ഓപ്ഷൻ ഡി 63 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 63 എടുത്തോ. 63 × 2 + 3 × 2 + 3 എത്രയെന്ന് വരും? 126 + 3 129 എന്ന് വരും. 129 എന്ന് വരും. അപ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. × 2 - 3 × 2 + 3 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആയിരുന്നു. ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 63 ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പഠിക്കുക. ഡൗട്ട്സുകളുള്ളത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.